നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തില് എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ആ സേവനത്തിന്റെ യഥാർത്ഥ ആനന്ദം എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആഴത്തിലുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന സേവനം അതെത്ര വലുതാണെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ടോ? ഒരുതരം ശൂന്യത ഉള്ളിൽ വന്ന് നിറയുന്ന പോലെ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പേര് കേൾക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രശ്നം പോലെ തോന്നാം, അല്ലേ? തകർന്ന സോഫ്റ്റ്വെയർ. പക്ഷേ ഇത് ഒരു മനുഷ്യന്റെ കഥയാണ്. സേവനത്തിന്റെ വഴിയിൽ വെച്ച് ഉള്ളിൽ തകർന്നു പോയ ഒരാളുടെ കഥ. അപ്പോ ഇതാണ് നമ്മുടെ കഥാനായകൻ സുമിത്. ഒരു IT പ്രൊഫഷണലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം അതല്ല. ജോലി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു വൃദ്ധസദനത്തിലേക്കാണ്. അവിടെ സന്നദ്ധ സേവനം ചെയ്യാൻ വേണ്ടി തന്റെ സമയം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. ആര് എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയാനറിയാത്ത ഒരു പെർഫെക്റ്റ് യെസ് മാൻ. പക്ഷേ ഒരു ദിവസം ആ വൃദ്ധസദനത്തിൽ ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. ആ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്ന സുമിത്തിന് ഒന്നും തോന്നിയില്ല. ഒരു തരം മരവിപ്പ്, ഉള്ളിൽ തികഞ്ഞ ശൂന്യത. ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റായി ക്രാഷായതുപോലെയായിരുന്നു ആ നിൽപ്പ്. കണ്ടോ, സുമിത്തിന്റെ ഈ അവസ്ഥ നമുക്കൊരു വലിയ സത്യം കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ ശൂന്യമാക്കുന്ന സേവനം യഥാർത്ഥത്തിൽ ധർമ്മമല്ല, അത് അഹംഭാവത്തിന്റെ ഭാരമാണ്. നമ്മൾ ആ ഭാരം സ്വയം തലയിൽ വെക്കുകയാണ്. ഒന്നോർക്കുക, നിങ്ങളുടെ മാനസിക ഊർജം വെറുതെ പാഴാക്കരുത്. കാരണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പണമോ പദവിയോ ഒന്നുമല്ല, ഈ ഊർജമാണല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ക്ഷീണിച്ചൊരു സേവകൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ കയ്യില് വേണ്ടേ? അതുകൊണ്ട് ആദ്യം സ്വയം നിറയ്ക്കുക. അപ്പോ ഈ ഒരു തകർച്ചയിൽ നിന്ന് സുമിത് എങ്ങനെ കരകയറി? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. രണ്ടാം ഭാഗം, ഗുരുവിന്റെ കണ്ണാടി. ഉള്ളിലെ ശൂന്യതയുമായി സുമിത് തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു. ഒരുപാട് ഉപദേശങ്ങളോ പ്രഭാഷണമോ ഒന്നും ഗുരു നൽകിയില്ല. പകരം കയ്യിലേക്ക് കൊടുത്തത് പൊടിപൊടിച്ചൊരു പഴയ കണ്ണാടിയാണ്. വെറും ഒരു കണ്ണാടി. ആ കണ്ണാടിയിലൂടെ ഗുരു പഠിപ്പിക്കാൻ ശ്രമിച്ചത് യജ്ഞം എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥമാണ്. യജ്ഞമെന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു പൂജയോ ഹോമമോ ഒക്കെ ഓർക്കും. പക്ഷെ അതല്ല. അത് നമ്മുടെ ഉള്ളിലെ കുറവുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈഗോയെ അഗ്നിയിൽ സമർപ്പിച്ച് ആന്തരിക ശക്തി നേടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നോക്കൂ, സേവനം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വെറും കൊടുക്കൽ വാങ്ങലാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തിരിച്ച് പ്രശംസയോ അംഗീകാരമോ പ്രതീക്ഷിക്കും. ഇത് നമ്മളെ ക്ഷീണിപ്പിക്കും. എന്നാൽ മറ്റൊന്ന് യജ്ഞസേവനമാണ്. അവിടെ നമ്മൾ നമ്മുടെ ഈഗോയെയാണ് സമർപ്പിക്കുന്നത്. അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമുക്ക് ഊർജം തരുന്നു. അതുകൊണ്ട് ഇത് മനസ്സിലുറപ്പിച്ചോളൂ. സേവനമെന്നത് വെറുതെ കൊടുക്കൽ മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവിനെ നേരിട്ട് റീചാർജ് ചെയ്യുന്ന ഒരു യജ്ഞമാണ്. നിങ്ങളുടെ എനർജി കളയുന്ന ഒന്നല്ല, എനർജി തരുന്ന ഒന്നാണ്. നിങ്ങൾ എന്തിനാ ക്ഷീണിക്കുന്നതെന്നറിയോ? കാരണം നിങ്ങൾ പ്രശംസ തേടുന്നുണ്ട്. ആ തേടലങ്ങ് നിർത്തിയിട്ട് ആനന്ദത്തിനായി സേവനം ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ സുമിത്തിന് പ്രശ്നം എന്താണെന്ന് പിടികിട്ടി. ഇനി വേണ്ടത് പരിഹാരമാണ്, അല്ലേ? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, ഊർജത്തിന്റെ ഉറവിടം. അപ്പോ ആ കണ്ണാടിയിൽ നോക്കിയ സുമിത്ത് എന്താ കണ്ടതെന്നറിയോ? സ്വന്തം മുഖമല്ല, മറിച്ച് താൻ സേവിച്ച ആളുകളുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ. ആ നിമിഷം അവനൊരു കാര്യം മനസ്സിലായി. തന്റെ ഊർജത്തിന്റെ ഉറവിടം താനല്ല, മറിച്ച് താൻ സേവിക്കുന്ന ആ മനുഷ്യരാണ്. അവരുടെ സന്തോഷമാണ് തന്റെ ശക്തി. ആ തിരിച്ചറിവിൽ നിന്ന് അവൻ ജീവിതത്തിൽ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. നമുക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. 1. ദിവസവും കുറച്ചുനേരം സ്വയം ഉള്ളിലേക്ക് നോക്കാൻ കണ്ടെത്തുക. 2. നമ്മുടെ ഊർജം സംരക്ഷിക്കാൻ വേണ്ടി ഇല്ല എന്ന് പറയാൻ പഠിക്കുക. 3. ചെയ്യുന്ന ഓരോ കാര്യത്തിലും 100% ശ്രദ്ധ കൊടുക്കുക. ഇതില് ആ ഇല്ല പറയാൻ പഠിക്കുക എന്നത് കുറച്ചു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഓർത്താ മതി. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ ഊർജത്തെ വിലമതിക്കാത്തവർ നിങ്ങളുടെ സേവനത്തെയും വിലമതിക്കില്ല. അത്രയുള്ളൂ. അതെ, സേവനത്തിനു മുൻപ് ആത്മസാധന. അത് നമ്മുടെ ആത്മീയ ഇന്ധനമാണ്. ആ ഇന്ധനമില്ലാതെ ജീവിതമെന്ന വണ്ടി ഒരടി മുന്നോട്ടു പോകില്ല.
അപ്പോ സുമിത്തിന്റെ യാത്ര അതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. നമ്മുടെ അവസാന ഭാഗം, സേവനം ഒരു ഉത്സവം. ആ പഴയ സുമിത്തായിരുന്നില്ല ഗുരുവിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയത്. അതൊരു പുതിയ മനുഷ്യനായിരുന്നു. അവനിപ്പോൾ സേവനം ഒരു ഭാരമുള്ള കടമയല്ല, അതവന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. സുമിത്തിന്റെ ഈ തിരിച്ചറിവ് നമുക്കും സ്വന്തമാക്കാം. സേവനത്തെ ഒരു ഭാരമായി കാണരുത്, അതിനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി അങ്ങ് പ്രഖ്യാപിക്കുക. ശരിക്കും ഇതൊരു കടമയല്ല. ഒന്നാലോചിച്ചു നോക്കൂ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കിട്ടിയ ഒരു സമ്മാനമാണത്. അവസാനമായി ഈ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. യജ്ഞത്തിന്റെ അഗ്നിയിൽ നിങ്ങളുടെ അഹംഭാവം മാത്രമേ ചാരമായി മാറുകയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ളത് അനന്തമായ ആനന്ദം മാത്രമായിരിക്കും. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ചുരുക്കി പറയാം. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ തളർത്തുന്ന സേവനം യഥാർത്ഥ ധർമ്മമല്ല, അത് നിങ്ങളുടെ അഹംഭാവത്തിന്റെ ഭാരം മാത്രമാണ്. രണ്ടാമത്, യഥാർത്ഥ സേവനം ഒരു യജ്ഞം പോലെയാണ്. അത് നിങ്ങളുടെ ആത്മാവിനെ റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. അതിനായി ആത്മപരിശോധനയും വേണ്ടയിടത്തെ ഇല്ല എന്ന് പറയാനുള്ള കഴിവും അത്യാവശ്യമാണ്. പിന്നെ അവസാനമായി, നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാം. സേവനത്തെ ഒരു ഭാരമായിട്ടല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി കാണുക. ആ ആഘോഷത്തിന്റെ ആനന്ദം നിങ്ങളിൽ ഓരോരുത്തരിലും നിറയട്ടെ. നന്ദി.